നമസ്കാരം. ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ ബാങ്കുകൾ ജനങ്ങളെ വായ്പകളുടെ പേരിൽ കൊള്ളയടിക്കുകയും കടക്കെണിയിലാക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് ഇന്ന് കടക്കെണിയിൽ കിടക്കുന്നവരെ മുഴുവനും ഒറ്റയടിക്ക് കടക്കിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള സംവിധാനവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് കടക്കെണിയിൽ ജനങ്ങളാകാതെയും ബാങ്കുകൾ കൊള്ള ചെയ്യാതെയും ഉള്ള സിസ്റ്റം ഉണ്ടാകാനായിട്ട് ആളുകൾ ഒരേ സമയം എത്ര ബാങ്കിൽ നിന്ന് എത്ര ലോണുകൾ എടുത്താലും അവർക്ക് ഒരൊറ്റ കടമേ ഉണ്ടാകാവൂ എന്ന ഒറ്റ കടം മാത്രം. അത് സാധ്യമാകുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ റിസർവ് ബാങ്ക് എല്ലാവർക്കും അക്കൗണ്ട് കൊടുക്കുമ്പോഴാണ്. ആ അക്കൗണ്ടിന് ഒരു ലോൺ വിങ് ഉണ്ടാകണം. അതിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ലോണിനെ പറ്റിയുള്ള ഒരു സെക്ഷനും ഇങ്ങോട്ട് നമ്മൾ എടുത്തിട്ട ലോണിൻ്റെ മറ്റൊരു സെക്ഷനും വേണം. ഇനി നമ്മുടെ രാജ്യത്ത് ആർക്ക് വായ്പ കൊടുത്താലും അവരുടെ അക്കൗണ്ടിലെ ഈ ലോൺ സെക്ഷനിലേക്ക് കൊടുത്ത വായ്പയല്ലാതെ ഒന്നും തിരിച്ചടയ്ക്കാൻ ആർക്കും ഉത്തരവാദിത്വമില്ല എന്നൊരു നിയമം ഉണ്ടാകണം. അപ്പോൾ എല്ലാവരും അതിലേക്ക് മാത്രം വായ്പ കൊടുക്കും. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു 2 ലക്ഷം, മറ്റൊരു ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം, വേറൊരു ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം ലോൺ എടുത്താൽ ഇതെല്ലാം കൂടെ അയാളുടെ റിസർവ് ബാങ്കിലെ കറണ്ട് അക്കൗണ്ടിലെ ലോൺ സെക്ഷനിൽ ഒരൊറ്റ ലോണായിട്ട് 17 ലക്ഷത്തിൻ്റെ ഒരൊറ്റ ലോണായിട്ട് കിടക്കും. ഇനി അത് ശരിക്കും ഒരൊറ്റ ലോണായിട്ട് യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ബാങ്കുകൾ ജനങ്ങൾക്ക് ലോൺ നൽകിയാൽ അവർ തിരിച്ചടയ്ക്കേണ്ട ഷെഡ്യൂൾ, തീയതിയോ തുകയോ ബാങ്കുകൾ തീരുമാനിക്കാൻ പാടില്ല. നമ്മുടെ അയൽപക്കത്തു നിന്ന് അവർ ചികിത്സയ്ക്കോ പിള്ളേരുടെ ഫീസ് അടയ്ക്കാനോ മറ്റോ വെച്ചിരിക്കുന്ന പണം അവരോട് വായ്പ വാങ്ങിയാൽ അവർ പറയുന്ന സമയത്ത് കൊടുക്കണം. പക്ഷേ ബാങ്കുകൾ അങ്ങനെയല്ല. ബാങ്കുകൾക്ക് അത് ബിസിനസ്സാണ്. അപ്പോൾ അവരുടെ പണം നമ്മളെടുത്താൽ നമ്മൾക്ക് എന്നടയ്ക്കാൻ പറ്റുന്നോ അന്ന് വരെയുള്ള പലിശയും കൊടുക്കുക, ആ പണവും കൊടുക്കുക. ഇത് നമ്മളോട് ഇന്ന് ബാങ്കുകൾ നമ്മളുടെ പണം മാക്സിമം കൊള്ളയടിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ തോക്കൻ മൂലയിൽ നിർത്തിക്കൊണ്ട് ഡ്യൂ ഡേറ്റ് വെച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് അടച്ചാലും പെടാം, അതിന് ശേഷം അടച്ചാലും വീഴാം. ഇതൊക്കെ യുക്തിക്കോ ധാർമ്മികതയ്ക്കോ നിരക്കുന്ന സംഗതി അല്ല സത്യത്തിൽ. അപ്പോൾ ഇനി ബാങ്കിൽ അങ്ങനെ ഒരു ഷെഡ്യൂൾ തീരുമാനിക്കരുത്. പിന്നെ ബാങ്കുകളെല്ലാം ഉടായ്പായിരിക്കുന്ന പോലെ ചുരുക്കം ചില മനുഷ്യർ ഉടായ്പകളുണ്ട്. അപ്പോൾ അവർ കുറേ കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ അടച്ചിട്ട് പിന്നെ അടയ്ക്കാതൊക്കെ ആകാം. അങ്ങനെ വരാതിരിക്കാൻ ഈ രാജ്യത്ത് ഒരൊറ്റ നിയമം ഉണ്ടാകണം. ഒരാൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം അതിനുള്ളിൽ ആരെവിടുന്ന് ലോൺ എടുത്താലും അടച്ചു തീർക്കണമെന്ന് രാജ്യത്തൊരു നിയമം വേണം. ഇനി ചിലർ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിലും അവസാനത്തെ 20ാമത്തെ വർഷം ലോൺ അടയ്ക്കാൻ ഇരിക്കുമോ എന്ന സംശയം ഉണ്ടെങ്കിൽ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു നിയമം ഉണ്ടാകാം. അതിൽ ആദ്യത്തെ 10 വർഷത്തിനുള്ളിൽ ഒരു 25% മറ്റോ അടച്ചു തീർക്കണം എന്നൊരു നിബന്ധന വെക്കാം. അതുപോലെ മറ്റൊരു നിബന്ധന വേണ്ടിയത് ശരിക്കും ഈ പലിശ. അതിന്ന് ബാങ്കുകൾ ഉടായ്പ രീതിയിലാണ് പറഞ്ഞത്. പലിശ എത്രയെന്ന് ചോദിച്ചാൽ ദിവസം 10 പൈസ. മനുഷ്യർക്കൊന്നും മനസ്സിലാകില്ല. വളരെ നിസ്സാര പലിശ, 10 പൈസ എന്നൊക്കെ തോന്നും. അങ്ങനെ പലിശ പറയരുത്. പലിശ എപ്പോഴും ബാങ്കുകൾ വാർഷിക പലിശയായിട്ട് മാത്രം പറയുകയും ആ പലിശ ഓരോ വർഷവും ബാങ്കിന് ലഭിക്കാൻ അവർക്ക് അവകാശമുള്ളതാക്കി നിയമം ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ ഓരോ വ്യക്തി ലോൺ എടുക്കുന്ന ഓരോ വ്യക്തിയും അതാത് വർഷങ്ങളിൽ ആ വർഷത്തെ പലിശ അടയ്ക്കണം. വേണമെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര തുകയും അടച്ചിരിക്കണം എന്നും കൂടെ രാജ്യത്തൊരു നിയമം കൊണ്ടുവരാം. അല്ലാതെ ഈ തോക്കുമുനയിൽ ഡ്യൂ ഡേറ്റ് വെച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സംവിധാനം പൂർണ്ണമായും അവസാനിപ്പിക്കണം. ഇനി ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കുന്നതിനും പിഴ എടുക്കുന്നു, അത് പൂർണ്ണമായിട്ടും നിരോധിക്കണം. എന്ന് മാത്രമല്ല, അവർക്ക് ലോൺ എടുക്കുന്ന അന്നോ പിറ്റേ ദിവസവും ഒരു വർഷം അല്ലെ ഒരു മാസം കഴിയുമ്പോൾ മുഴുവൻ അടയ്ക്കണമെങ്കിൽ അടയ്ക്കാൻ അവകാശം കൊടുക്കണം. പിന്നെ ഒരൊറ്റ കാര്യം ബാങ്കുകൾക്ക് വേണ്ടി ചെയ്യണം. അതായത് ഒരു ലോൺ എടുത്താൽ പിറ്റേ ദിവസം അടച്ചാലും മിനിമം ഒരു മാസത്തെ പലിശ ബാങ്കുകൾക്ക് എടുക്കാം എന്നൊരു നിയമം ഉണ്ടാകണം. അത് ബാങ്കുകൾക്ക് അനുകൂലമാണ്, പക്ഷെ ജനങ്ങൾക്കും അനുകൂലമാണ്. കാരണം അതാണ് ഇനി അടുത്ത നിബന്ധന. അതായത് ലോൺ അനുവദിക്കുന്നതിന് ബാങ്കുകൾ ചാർജ് ഈടാക്കാൻ പാടില്ല. പെട്ടെന്ന് ചിലർക്ക് തോന്നും അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് ചാർജ് വേണ്ടേ. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഇത് അവരവരുടെ ബിസിനസ് നടത്തുന്നു. നമ്മുടെ നാട്ടിലുള്ള കടകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, അവർ ചെറിയ തുകയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് അല്പം കൂടിയ വിലയ്ക്ക് തരുന്നു.
ആ വിലയിലുള്ള വ്യത്യാസം അവരവരുടെ കൂലിയായിട്ട് എടുക്കുന്നു. എന്നിട്ട് സാധനങ്ങൾ എടുത്തു തരുന്നതിന് അവർ വേറെ ചാർജൊന്നും വാങ്ങുന്നില്ല. ബാങ്കുകൾ ചെയ്യുന്നത് എന്താ? ചെറിയ തുക പലിശയ്ക്ക് അവർ ഡിപ്പോസിറ്റ് വാങ്ങുന്നു, അതിനേക്കാൾ കൂടിയ പലിശയ്ക്ക് നമുക്ക് വായ്പ തരുന്നു. ആ വ്യത്യാസമാണ് അവരുടെ കൂലി. പക്ഷേ ഇവിടെ എന്തും നടക്കും, എന്ത് കൊള്ളയും നടക്കും എന്നതുകൊണ്ടാണ് അവർ വീണ്ടും ചാർജ് ഈടാക്കുന്നത്. ഇത് പണ്ടുണ്ടായിരുന്ന കാര്യമല്ല, കുറേ വർഷങ്ങൾ കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ആ ചാർജ് എടുക്കുന്നത് പൂർണ്ണമായും ഇവർ അവസാനിപ്പിക്കണം. അടുത്തത്, ഈ രാജ്യത്ത് ഒരു ലോണിന് ആർക്കായാലും ഈടാക്കാവുന്ന മാക്സിമം പലിശ എത്താൻ തീരുമാനം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-ൽ താഴെ പലിശ അനുവദിക്കാവുള്ളൂ എന്നാണ്. ഇനി അഥവാ 10 അല്ലെങ്കിൽ എത്ര കൂടിയാലും 12% പലിശയെ വാങ്ങാവുന്ന ഇവിടെ നിയമം വേണം. അതിൽ കൂടുതൽ വാങ്ങിക്കുന്ന കൊള്ളപ്പലിശയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് 45% പലിശയൊക്കെ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഈ ബ്ലേഡുകാരെയൊക്കെ കുറ്റപ്പെടുത്തിയിരുന്നത് എന്തിനാണ്? ബ്ലേഡുകാർ ചാർജുകളോ പിഴകളോ വാങ്ങാതെയാണ് ഇത്ര പലിശ വാങ്ങിയെങ്കിൽ ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ കഴിയുന്നത്ര ചാർജുകളും പിഴകളും വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ 45% പലിശ വാങ്ങി. ഇത് ജനാധിപത്യ രാജ്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഇത് പാടില്ല. മാക്സിമം വാങ്ങുന്ന പലിശ ഒരു 12% നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ ഒരു നിയമം രാജ്യത്തുണ്ടാകണം. അതുപോലെ മറ്റൊരു കൊള്ളയായ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് എന്നത് പൂർണ്ണമായി നിരോധിക്കണം. അത് ധാർമ്മികതയ്ക്കോ യുക്തിക്കോ നിരക്കാത്ത ഒരു സംഗതിയാണ്. ഇത് ചിലർക്കിത് എന്താണെന്ന് അറിയില്ലായിരിക്കും. അതായത് സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ച തുകയ്ക്ക് വീണ്ടും അവർ വർഷങ്ങളോളം നമ്മളോട് പലിശ വാങ്ങിക്കുന്നത്. ഒരു 10 ലക്ഷം രൂപ നമ്മൾ 10 വർഷത്തേക്ക് ലോൺ എടുത്തു, ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വെച്ച് നമ്മൾ അടയ്ക്കാൻ തീരുമാനിച്ച് നമ്മൾ അടയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ 1 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയും കൊടുത്ത് 10 ലക്ഷത്തിൻ്റെ പലിശയും കൊടുത്തു. രണ്ടാമത്തെ വർഷം വീണ്ടും നമ്മളൊരു 1 ലക്ഷം രൂപ കൊടുക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 9 ലക്ഷം രൂപയെ വായ്പയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 9 ലക്ഷത്തിൻ്റെ പലിശ കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു അത് പറ്റുകയില്ല, ഞങ്ങൾക്ക് 10 ലക്ഷത്തിൻ്റെയും പലിശയും ഈ കൊല്ലവും കിട്ടണം. അതങ്ങനെ 10ാമത്തെ വർഷം നമ്മൾ 1 ലക്ഷം മാത്രം കൊടുക്കാനുള്ളപ്പോൾ അതടയ്ക്കുമ്പോൾ പോലും അവർ നമ്മളോട് 10 ലക്ഷത്തിൻ്റെയും പലിശ വാങ്ങിക്കുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഈ കൊള്ളയും അവസാനിപ്പിക്കണം. ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ബാങ്കുകൾ ഒരാൾ ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ലോൺ കൊടുക്കുകയാണ് വേണ്ടത്. ഇന്നവരിങ്ങനെ അനേകം ദിവസങ്ങളോളം ഇങ്ങനെ നിരവധിയായ നിബന്ധനകളും വെച്ച് നടത്തിക്കുകയാണ്. അവർക്ക് ലോണിന് ചെല്ലുന്നവർക്ക് ജോലി ചെയ്യാൻ പോലും അവരനുവദിക്കുന്നില്ല. അവരുടെ ഒത്തിരി പണം വെറുതെ അവരെ കൊണ്ട് ചിലവഴിപ്പിച്ചിട്ട് ആണ് ഇവർ ലോൺ കൊടുക്കുന്നത്. അതുപോലും പലപ്പോഴും ഈ ലോൺ എടുക്കുന്ന ആൾക്ക് ആവശ്യമുള്ള ലോൺ കൊടുക്കാറില്ല. ഈ ബാങ്കുകൾക്ക് ചില പ്രത്യേക ലോണാണ് കൊടുക്കാനുള്ളത്. അതല്ലല്ലോ ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾ ലോണിന് ചെന്നാൽ അവർക്ക് വേണ്ടി ലോൺ കൊടുക്കുക. അതിന് ഒരു നിബന്ധനയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ജനങ്ങൾക്ക് ആവശ്യമായ ലോൺ കൊടുക്കുക, അവരോട് പലിശ വാങ്ങിക്കുക. ഇന്ന് നമ്മൾ പല രീതിയിൽ ലോണിന് ഈട് വാങ്ങിക്കുന്നുണ്ട്. ഇതിൽ ആൾ ജാമ്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് നാട്ടുകാരെ തമ്മിലടിപ്പിക്കുന്നതാണ്. അതിപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ധാരണയുള്ളൊരു കാര്യവുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആരുടെയും ലോണ് അവരുടെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പാടില്ല. ഇത് വളരെ വിചിത്രമാണെന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ ഈ രാജ്യത്ത് നീതി നടപ്പാകണമെങ്കിൽ അത് അത്യാവശ്യമാണ്. കാരണം ആർക്ക് ആര് ശമ്പളം കൊടുക്കുന്നു, അവർ ജോലി ചെയ്യുന്നു, ശമ്പളം കൊടുക്കുന്നു, ആ തുക ഒരു പൈസ പോലും കുറയാതെ അവരുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അവരുടെ അക്കൗണ്ടിലേക്ക് വരണം. അങ്ങനെ മാത്രമേ ഈ രാജ്യത്തെ ചൂഷണങ്ങളും അനീതികളും അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ലോണും ആരുടെയും ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പാടില്ല. പിന്നെയുള്ളത് 2 മാർഗം, വസ്തു വീട്, അതായത് സ്ഥലം വീട് അല്ലെങ്കിൽ സ്വർണ്ണ വീട്. ഇത് രണ്ടും വസ്തു വീടാണ്. രണ്ടും സ്ഥലവും സ്വർണവും വസ്തുവാണ്. ഈ ഈട് തന്നെ ചെറിയ ചെറിയ ലോൺ എടുക്കുന്നവരിൽ നിന്നും ഇത് വാങ്ങിക്കേണ്ട ഒരാവശ്യവുമില്ല. അത് വാങ്ങിക്കരുത്. കാരണം അതിന് പകരം രാജ്യത്ത് ഒറ്റ നിയമത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഒരു 10-25 ലക്ഷത്തിന് മുകളിൽ ലോൺ എടുക്കുന്നവരോട് മാത്രമേ വസ്തു വീട്, അതായത് സ്ഥലം വീടോ സ്വർണ്ണ വീടോ കെട്ടിടം വീടോ ഒക്കെ വാങ്ങാൻ പാടുള്ളൂ. പാവങ്ങളായ മനുഷ്യർ ലോൺ എടുക്കാൻ സ്ഥലം വസ്തു ഈട് വെച്ച് ലോൺ എടുക്കാൻ ചെന്നാൽ അവരുടെ ഉപ്പാപ്പൻ്റെ കാലത്തെ ആധാരം മുതൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാക്സിമം അവരെ കഷ്ടപ്പെടുത്തുകയും അവരുടെ പണം മാക്സിമം ചിലവാക്കുകയും അതിൻ്റെ കൂടെ പല ചാർജുകളും എടുത്ത് അവരെ മാക്സിമം ദ്രോഹിച്ചിട്ടാണ് ഈ ലോൺ
അവർക്ക് നൽകുന്നത്. ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കണം. 25 ലക്ഷത്തിന് താഴെ ലോൺ എടുക്കുന്നവർ ചെന്നാൽ അന്നോ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ അവർക്ക് ആവശ്യമുള്ള ലോൺ കൊടുക്കണം. പിന്നെ അത് തിരിച്ചു കിട്ടണ്ടേ എന്നൊരു ചോദ്യം വരും. തിരിച്ചു കിട്ടാൻ രാജ്യത്ത് ഒറ്റ നിയമം മതി. അതായത് ആരോട് ലോൺ നമ്മുടെ നേരത്തെ പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെ അവരുടെ അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചാലും ആ ലോൺ അവർ തിരിച്ചടച്ചേ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ അങ്ങനെ ഒരു നിയമം വേണം. ഇനി അത് ആരെങ്കിലും അടയ്ക്കുന്നില്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ വരുന്ന തുകയിൽ നിന്നും ഈ സ്ഥാപനങ്ങൾക്ക് ബാങ്കുകൾക്ക് ഈടാക്കി എടുക്കാമെന്നൊരു നിയമം ഉണ്ടാകണം. എന്നിട്ട് ഈ ലോൺ എടുക്കാൻ വരുന്നവർ വെക്കൊണ്ട് അതുമാത്രം അവരുടെ മാതൃഭാഷയിൽ എഴുതിയ പേപ്പറിൽ അവരെ ഒപ്പിടിച്ച് വേണമെങ്കിൽ അവരുടെ ഫിംഗർ പ്രിൻറ്റും കൂടെ വാങ്ങിച്ച് അവർക്ക് ലോൺ കൊടുക്കുക. ലോണ് അടയ്ക്കേണ്ട സമയത്ത് ഇനി അങ്ങനെയും അടയ്ക്കാതെ വരികയാണെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നോക്കണം. എന്തുകൊണ്ടാണ് അവർ അടയ്ക്കാത്തതെന്ന് മനസ്സിലാക്കണം. അവർക്ക് വരുമാനമില്ലാത്തതുകൊണ്ടാണെങ്കിൽ അവർ പഞ്ചായത്ത് എന്ന് പറയുന്ന ഇതിൻ്റെ പുതിയ സംവിധാനം, ആ സംവിധാനത്തെ അറിയിക്കുകയും അവർക്ക് വരുമാനം ഉണ്ടാകാനുള്ള മാർഗം ആ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇനി മനഃപൂർവ്വമാണ് ആരെങ്കിലും ലോൺ അടയ്ക്കാതിരിക്കുന്നതെങ്കിൽ അവർക്കെതിരെ മാത്രം നടപടികൾ, അവരിൽ നിന്ന് പണം ഈടാക്കുകയും ജയിൽ ശിക്ഷ കൊടുക്കുക വരെ വേണം. കാരണം അതവർ നമ്മുടെ രാജ്യത്തെ ഒരു സിസ്റ്റത്തെ അവർ വകവയ്ക്കാതെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. ഓക്കെ, അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് ഈ ലോൺ കൊടുക്കാനായിട്ട് സിബിൽ സ്കോർ എന്ന ഒരു തെമ്മാടിത്തരവും ബാങ്കുകൾ മാനദണ്ഡമായിട്ട് എടുക്കുന്നുണ്ട്. ഇത് വളരെ നല്ല കാര്യമാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. ഞാനിതിനെ തെമ്മാടിത്തരം എന്ന് പറയാൻ കാരണം ആളുകൾ ലോൺ എടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. ആളുകളുടെ വരുമാനം എത്രയാണെന്ന് നോക്കാതെ മാസം 2-3 ലക്ഷം കിട്ടുന്നവരുടെയും മാസം 10,000-15,000 രൂപ കിട്ടുന്നവരും തിരിച്ചടയ്ക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കി അവിടെ സ്കോർ തീരുമാനിക്കുന്നത് തെമ്മാടിത്തരമാണ്. ശരിക്കും ഇത് തെമ്മാടിത്തരമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കോർ നോക്കിയിട്ടാണ് പിന്നീട് അവർക്ക് ലോണിന് ഈ ആളുകൾ ലോണിന് ചെല്ലുമ്പോൾ വേഗം കൊടുക്കണോ, വളരെയധികം വലിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് കൊടുക്കണമോ, അതായത് നേരത്തെ ദാരിദ്ര്യം കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആളുകൾ വീണ്ടും ലോണിൽ ചെല്ലുമ്പോൾ അവരെ കഴിയുന്നത്ര കഷ്ടപ്പെടുത്തിയിട്ട് ലോൺ കൊടുക്കുന്നു എന്ന് മാത്രമല്ല അതിന് പലിശ കൂടുതലും ഈടാക്കുന്നു. അപ്പോൾ ചിലർ പറയാമായിരിക്കും വരുമാനമില്ലാത്തവർ ലോൺ എടുക്കരുത്, രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ. അവർക്ക് വരുമാനമില്ലാത്തത് അവരുടെ കുഴപ്പമല്ല, രാജ്യത്തിൻ്റെ സിസ്റ്റമാണ്. അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സിബിൽ സ്കോർ എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിച്ച് അതിനേക്കാൾ വളരെ നല്ല ക്രെഡിറ്റ് സ്കോർ സിസ്റ്റം നമ്മുടെ ഈ RBIയിലെ ഓരോരുത്തരുടെ അക്കൗണ്ട് തന്നെയായിരിക്കും. ആ അക്കൗണ്ടിൽ നോക്കിയാൽ അറിയാം അവരുടെ വരുമാനവും, ഒപ്പം ആ വരുമാനം അനുസരിച്ച് അവർ ഇതുവരെയുള്ള ലോണുകൾ കൃത്യമായി അടച്ചിട്ടുണ്ടോ എന്നും. അതുകൊണ്ട് ഇന്നുള്ള ഈ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ സിസ്റ്റം മുഴുവനും ഞാൻ ഈ പറഞ്ഞതുപോലെ മാറ്റം വരുത്തി ബാങ്കുകൾ ജനങ്ങൾക്ക് മാന്യമായി ലോൺ കൊടുക്കുകയും പലിശ മാത്രം വാങ്ങി ജീവിക്കുകയും ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് കടക്കണിയിൽ കിടക്കുന്നവരെ ഒറ്റയടിക്ക് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉള്ള ഒരു മാർഗം കൂടി പറയാമെന്ന്. അതായത് നമ്മൾ ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നാൽ ആദ്യമായിട്ട് ഈ റിസർവ് ബാങ്കിലുള്ള ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് അവർക്ക് എവിടെയൊക്കെ ലോണുകളുണ്ടോ അതെല്ലാം കൊണ്ട് എവിടെയൊക്കെ ഒരു പണം കൊടുക്കാനുണ്ടോ അതെല്ലാം ഈ അക്കൗണ്ടിൻ്റെ വായ്പയാക്കി റെക്കോർഡുണ്ടാക്കണം. സ്വാഭാവികമായിട്ടും മനസ്സിലാകും ജനങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 2 ലക്ഷം കിട്ടാനുണ്ടാകും, ചിലപ്പോൾ 50,000 കിട്ടാനുണ്ടാകും. അത് കഴിഞ്ഞുള്ള ലോണ് അല്ലെങ്കിൽ കടമേ അവർക്കുള്ളൂ. അപ്പോൾ അവരുടെ ഈ ജനങ്ങളുടെ മുഴുവനും അക്കൗണ്ടിലേക്ക് അവരുടെ ഇന്നുള്ള കടങ്ങൾ മുഴുവൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഈ ജനങ്ങൾക്ക് പേ ചെയ്യാനുള്ള പണം താൽക്കാലിക അല്ലെങ്കിൽ സ്പെഷ്യൽ മണിയായിട്ട് ഇവിടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും കടങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ 2-3 മാസമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ തർക്കങ്ങളെല്ലാം പഞ്ചായത്തും പോലീസോ ആവശ്യം വന്നാൽ മിക്കവാറും ജനങ്ങൾ ഒരു നല്ലൊരു സിസ്റ്റം വരുമ്പോഴത്തേക്കും അതെല്ലാവരും സഹകരിക്കും. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അവരുടെ കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് 15 ദിവസത്തേക്കോ മാക്സിമം 1 മാസത്തേക്കോ മാത്രമുള്ള അതിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ട സ്പെഷ്യൽ മണി കൊടുക്കുക.
അതപ്പോൾ തന്നെ ഈ ജനങ്ങളുടെ കടങ്ങൾ വീട്ടി പോകും. അപ്പോൾ കിട്ടാനുള്ള പണം എല്ലാവർക്കും കിട്ടും. അപ്പോൾ പിന്നെ അതിൻ്റെ അവസാനത്തെ നടപടി എന്ന് പറഞ്ഞാൽ ചിലർക്ക് പിന്നീട് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പണം കാണുകയില്ല, കാരണം അവർക്ക് കൂടുതൽ കടമുണ്ടായിരുന്നു. വേറെ ചിലർക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള പണത്തിൽ കൂടുതൽ സ്പെഷ്യൽ മണി കാണും, കാരണം അവർക്ക് കൂടുതൽ കിട്ടാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓരോ നാട്ടിലും ഓരോ ബാങ്കിനെ ഏൽപ്പിച്ച് ആ ബാങ്കുകൾ സ്പെഷ്യൽ മണി സ്വീകരിച്ചവർക്ക് അക്കൗണ്ട് ഡിപ്പോസിറ്റ് ആക്കുകയും സ്പെഷ്യൽ മണി കൂടുതൽ ആവശ്യമുള്ള ഗവൺമെൻറ്റിന് പേ ചെയ്യാനായിട്ട് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത് വായ്പയായിട്ട് അനുവദിച്ച് ആ സ്പെഷ്യൽ മണി അവർക്ക് കൊടുക്കുകയും ചെയ്ത് എല്ലാവരുടെയും കടം ഒറ്റയടിക്ക് തീർക്കാനും പിന്നീട് നമ്മൾ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് ഇനി ഒരിക്കലും ഒരൊറ്റ ഇന്ത്യൻ പൗരനും കൊള്ളയടിക്കപ്പെടാതെ കടക്കണിയിലാകാതെ നമ്മുടെ ഈ വായ്പാ സിസ്റ്റം, ബാങ്കിങ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനും അത് ജനങ്ങൾക്കും ബാങ്കുകൾക്കും അഭ്യുന്നതി ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ നമ്മുടെ വീഡിയോയിൽ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്.